ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒന്ന് ശമൂവേലിന്റെ പുസ്തകത്തിൽ നിന്നാണ്. ശമൂവേലിനെ കുറിച്ചാണ്. ശമൂവേലിന്റെ ജനനം, ശമൂവേലിന്റെ ബാല്യം, ശമൂവേലിന്റെ ദൈവമായുള്ള ശമൂവേലിന്റെ ബന്ധത്തെക്കുറിച്ചാണ് ഇന്ന് പകൽക്കാലം സംസാരിക്കാൻ പോകുന്നത്. വേദപുസ്തകം നമ്മൾ വായിക്കുമ്പോൾ, ഒന്ന് ശമൂവേലിന്റെ പുസ്തകം നമ്മൾ തുടർന്ന് വായിക്കുമ്പോൾ, എബ്രഹാം മലനാട്ടിൽ എൽക്കാന എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. എൽക്കാനയ്ക്ക് 2 ഭാര്യമാർ, ഹന്നയും പെനീനയും. പെനീനയ്ക്ക് മക്കളുണ്ടായിരുന്നു, ഹന്നയ്ക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. തൻ്റെ ഉദരഫലത്തെ ദൈവം അടച്ചിരുന്നു, ഗർഭഫലത്തെ അടച്ചിരുന്നു എന്ന് വേദവചനം വ്യക്തമായി വെളിപ്പെടുത്തുന്നു. അങ്ങനെ അവൾ വളരെ പ്രാർത്ഥനയോടും ദേവാലയത്തിൽ പല നാൾ കരയുകയും ദൈവസേനയിൽ യാചിക്കുകയും ചെയ്യുന്ന നാളുകൾ കഴിഞ്ഞുപോയി. എന്നാൽ അവളെ പ്രതിയോഗിയായി പെനീന എപ്പോഴും അവളെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയുവാനിടയായിത്തീർന്നു. അങ്ങനെ അവൾ ആരാധനാലയത്തിൽ കടന്നുപോയി. അന്നത്തെ പുരോഹിതനായിരുന്ന ഏലി പുരോഹിതന്റെ 2 മക്കൾ ഹൊബ്നിയും ഫിനെഹാസും. അവൾ പ്രാർത്ഥന സമയത്ത് അവൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും കണ്ണുനീരോടെ ദൈവത്തിൽ ആയിരിക്കുന്ന സമയത്ത് അവിടെ അതരം അനങ്ങിയതല്ലാതെ വായ തുറന്ന് അവൾ പ്രാർത്ഥിക്കുന്ന കണ്ടില്ല. അങ്ങനെ ഏലി പുരോഹിതൻ അവളുടെ പ്രാർത്ഥന കണ്ടിട്ട് അവൾ മദ്യപിച്ചിരിക്കുന്നു എന്ന് വിചാരിച്ച് വീഞ്ഞു ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് അവിടെ തലയിൽ കഴിച്ചു. അവൾ പറഞ്ഞ, അല്ലോ യജമാനനെ, എന്നെ ഒരു നീച സ്ത്രീയായി നീ വിചാരിക്കരുത്. ഞാൻ എൻ്റെ മനോവസനങ്ങളെ എൻ്റെ ദൈവത്തോട് പകരകത്തിലെ ഞാൻ ചെയ്യുന്നു എന്ന് അവൾ പറയുവാനിടയായിത്തീർന്നു. അവിടെ വേദന ഇപ്രകാരമായിരുന്നു. അവൾക്ക് തലമുറകളില്ലായിരുന്നു. ഒരു മകന് വേണ്ടി അവൾ പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ പ്രാർത്ഥിച്ച പ്രാർത്ഥന, ദൈവം അവിടെ പ്രാർത്ഥന കേട്ടു. അവിടെ നിന്ന് ആലയം വിട്ട് കടന്നു പോകുമ്പോൾ അവളെ മുഖം വാടിയിട്ടില്ല എന്ന് തിരുവചനം വ്യക്തമായി വെളിപ്പെടുത്തുന്നു. അവളൊരു നേർച്ച തന്നു, ദൈവമേ, നീ എനിക്ക് ഒരു പുരുഷ പ്രജയെ തന്നാൽ ഞാൻ ആ പൈതനെ നിനക്കായി നൽകുമെന്ന് ദൈവത്തിനായി നേർന്നുകൊണ്ട് അവൾ ആലയം വിട്ട് കടന്നുപോയി. എന്നാൽ ദൈവം അവളുടെ പ്രാർത്ഥന കേട്ടു. അവൾക്കൊരു സന്താന പ്രജ നൽകി. ആ കുഞ്ഞാണ് ശമൂവേൽ. ശമൂവേൽ ബാലനെ പ്രസവിച്ചു. ശമൂവേൽ പ്രസവിച്ചതിന് ശേഷം അവൾ തൻ്റെ എൽക്കാന വർഷം തോറും യാഗം കഴിപ്പാനായി കടന്നു പോകുമ്പോൾ എല്ലാ ദിവസവും അവളെ വിളിക്കും യാഗം കഴിപ്പാൻ. അവൾ പോകില്ല. 3-ാമത്തെ വർഷം അവൾ യാഗവസ്തുവുമായി പൈതലുമായി ആലയത്തേക്ക് കടന്നുപോയി. ശമൂവേലോട് പറഞ്ഞു, യജമാനെ, ഈ പൈതലിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. ദൈവം എനിക്ക് പൈതലിനെ തന്നു. അങ്ങനെ ദൈവാലയത്തിൽ ആ കുഞ്ഞിനെ സമർപ്പിക്കുകയും ദൈവത്തിനായി നേർന്ന് ദൈവത്തിനായി അവനെ ഏൽപ്പിക്കുകയും ശമൂവേൽ ബാലൻ ഏലി പുരോഹിതന്റെ അടുക്കൽ വളർന്നു ദൈവവേദനായി വളർന്നു വരുവാൻ തക്കണവിടെയായിത്തീർന്നു. എന്നാൽ ഏലിയുടെ മക്കൾ ഹൊബ്നി ഫിനെഹാസും വളരെ നീചന്മാരും ക്രൂരന്മാരുമായിരുന്നു, മഹാപാപികളുമായിരുന്നു. യാഗം കഴിപ്പാനായി ദൈവമക്കൾ കടന്നു വരുമ്പോൾ അവിടെ മുപ്പലിയിൽ കുത്തി യാഗവസ്തുവിനെ എടുക്കുകയും അത് കൊണ്ടുവന്ന് അതിനു മുമ്പേ മേധസ് ദഹിക്കും മുമ്പേ വേവിച്ച് കഴിക്കുകയും അങ്ങനെ യാഗത്തെ തെറ്റിച്ചു കളയുകയും അവിടെ വരുന്ന സ്ത്രീകളോട് പാപം ചെയ്യുക, മഹാപാപം ദൈവസേനയിൽ വലിയ പാപമായി തീരുകയും ഏലി പുരോഹിതൻ എത്ര തന്നെ ശാസിച്ചിട്ടും അവർ പാപത്തിൽ നിന്ന് മടങ്ങി വരാതെ ദൈവസേനയിൽ നീചന്മാരമായി തീർന്നു. അങ്ങനെ ഒരു ദൈവപുരുഷൻ ഏലിയുടെ വീട്ടിൽ വന്ന് ഇപ്രകാരം പറഞ്ഞു, നിന്റെ കുടുംബത്തിൽ ഒരു വാർദ്ധക്യത്തിൽ എത്തുന്ന ഒരു വ്യക്തി ഉണ്ടാകുകയില്ല. നിന്റെ മക്കൾ യൗവന പ്രായത്തിൽ തന്നെ നശിച്ചു പോകും. നിന്റെ മക്കൾ ദൈവസേനയിൽ മഹാപാപം ചെയ്തതുകൊണ്ട് അവരുടെ മേൽ ഒരു ന്യായവിധി നിന്റെ കുടുംബത്തിൽ ഉണ്ടാകുമെന്ന് ദൈവപുരുഷൻ പറയുവാനിടയായിത്തീർന്നു. അതൊന്നും വകവയ്ക്കാതെ ഏലി പുരോഹിതൻ മുന്നോട്ട് പോയി. അക്കാലത്ത് ദൈവവചനം ദുർലഭമായിരുന്നു എന്ന് ഒന്ന് ശമൂവേലിന്റെ പുസ്തകം നമുക്ക് കാണുവാൻ കഴിയും. ഏലി പുരോഹിതന്റെ കണ്ണ് മങ്ങിയും ആത്മീയ ദർശനങ്ങൾ ഏറെ ഇല്ലാതിരുന്നു കാലഘട്ടമെന്ന് പറയപ്പെടുന്നു. എന്നാൽ ശമൂവേലും ദൈവത്തിന്റെ പ്രിയമുള്ളവനായി ഏലിയുടെ മുമ്പിൽ വളർന്നു വരുവാൻ തക്കണവിടെയായിട്ടുണ്ട്. ഒരിക്കൽ ശമൂവേൽ താൻ കിടക്കാനായി കടന്നു പോകുമ്പോൾ ഒരു ദൈവശബ്ദം കേൾക്കുകയാണ്. ശമൂവേൽ ഈ ശബ്ദം കേട്ടിട്ട് ഏലി പുരോഹിതന്റെ അടുക്കൽ പോയി. അങ്ങനെ വിളിച്ചോ എന്ന് ചോദിച്ചു. ഏലി പുരോഹിതൻ പറഞ്ഞു, ഇല്ല മകനെ, ഞാൻ നിന്നെ വിളിച്ചില്ല എന്ന് പറഞ്ഞു. 2ാമതും ആ ശബ്ദം കേട്ടു. ശമൂവേൽ ഓടിച്ചെന്ന് ഏലി പുരോഹിതന്റെ അടുക്കൽ പോയി. പിന്നെയും ഏലി പുരോഹിതൻ പറഞ്ഞു, ഞാൻ നിന്നെ വിളിച്ചില്ല മകനെ എന്ന് പറഞ്ഞു. 3ാമതും ശബ്ദം കേട്ടു. ഏലി പുരോഹിതന്റെ അടുക്കൽ പോയപ്പോൾ ഏലി പുരോഹിതന് മനസ്സിലായി ദൈവം ശമൂവേലിനെ വിളിക്കുന്നുവെന്ന്. ഇനി ഈ ശബ്ദം കേട്ടാൽ അടിയനിതാ അങ്ങ് കൽപ്പിക്കണമേ എന്ന് അരുളി ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ശമൂവേൽ
അടിയനിത ആ ശബ്ദം കേട്ടപ്പോൾ അടിയനിത എന്ന് ദൈവത്തോട് പറയുവാനിടയായിത്തീർന്നു. അങ്ങനെ ഏലി പുരോഹിതന്റെ കുടുംബത്തെക്കുറിച്ചുള്ള ന്യായവിധിയെക്കുറിച്ച് ദൈവം ശമൂവേലിനെ അറിയിക്കുവാനിടയായിത്തീർന്നു. കുടുംബത്തിൽ അനർത്ഥങ്ങൾ സംഭവിക്കുമെന്ന്, തന്റെ 2 മക്കളും ഒരേ ദിവസം മരിച്ചു പോകുമെന്നും വലിയ പ്രതികൂലങ്ങൾ ഈ രാജ്യത്തുണ്ടാകുമെന്നും ഈ ശമൂവേൽ കൂടെ ദൈവം അരുളപ്പാട് ചെയ്യുവാനിടയായിത്തീർന്നു. അങ്ങനെ ഫെലിസ്ത്യരുമായി യുദ്ധമുണ്ടായി. ഫെലിസ്ത്യരും ഇസ്രായേൽ ജനവുമായി യുദ്ധമുണ്ടായി. ഇസ്രായേൽ ജനം തോറ്റുപോകുവാനിടയായിത്തീരുന്നു. കാരണം അവർ ചെയ്യുന്ന പാപം ദേശത്തുണ്ടായി, സഭയ്ക്കകത്തുണ്ടായി. അനേക പാപങ്ങൾ പ്രവർത്തിച്ചതുകൊണ്ട് അവർ ശത്രുവിന് മുമ്പിൽ അവർ പിടിച്ചു നിൽപ്പാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് സ്തോത്രം, നമുക്ക് ഈ ലോകത്തിൽ പിശാചിന് മുമ്പേ നമുക്ക് ജയമെടുക്കണമെങ്കിൽ നമ്മൾ പാപത്തെ ജയിക്കുന്നവരായി മാറണം. പാപത്തെ ജയിച്ചില്ലെങ്കിൽ പിശാചിന് മുമ്പ് നമ്മൾ തോറ്റുപോകും. നിത്യനരകത്തിലേക്ക് ഒരു മനുഷ്യൻ തള്ളപ്പെടുവാനിടയായിത്തീരും. ഇവിടെ ഈ യുദ്ധങ്ങൾ നടന്ന സമയത്ത്, അവർ തോറ്റുപോയ സമയത്ത് അവർ ദൈവത്തിന്റെ നിയമപ്പെട്ടകത്തെ പാളയത്തിലേക്ക് കൊണ്ടുവന്ന സമയത്ത് ഫെലിസ്ത്യർ സൈന്യം ഭയപ്പെട്ടു പോയി. കാരണം ദൈവം പാളയത്തേക്ക് വന്നു. മിസ്രൈമ്യരെ മിസ്രൈമ്യരെ ബാധകൾ കൊണ്ട് തകർത്ത് കളഞ്ഞ ദൈവം നമ്മുടെ പാളയത്തേക്ക് വന്നു. ഇനി നമുക്ക് രക്ഷയില്ലെന്ന് അവർ ചിന്തിച്ചു. എന്നാൽ അവർ ധൈര്യം പൂണ്ടും ഇസ്രായേൽ ജനത്തോട് യുദ്ധം ചെയ്യുവാനിടയായിത്തീർന്നു. ഇസ്രായേൽ ജനത്തോട് യുദ്ധം ചെയ്ത് ഇസ്രായേൽ ജനം വീണ്ടും തോറ്റുപോയി. കാരണം ദൈവത്തിന്റെ നിയമപ്പെട്ടം വന്നതുകൊണ്ടോ, തന്റെ നിയമപ്പെട്ടം വന്നതുകൊണ്ട് തങ്ങൾക്ക് ജയമുണ്ടാകുവാൻ ഇടയായി തീരുകയില്ല. ദൈവത്തിന്റെ നിയമപ്പെട്ടകം വരിക മാത്രമല്ല, തങ്ങളുടെ ജീവിതം ഏറ്റവും പെർഫെക്റ്റായി തീരുവാൻ, ആത്മീയതലത്തിലേക്ക് താൻ കടന്നു വരുവാൻ, ഒരു വിശുദ്ധ ജീവിതം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ശത്രുവിന്റെ മേൽ ജയമെടുപ്പാൻ നമുക്ക് കഴിയുള്ളൂ. പിശാചിന്റെ മേൽ ജയമെടുത്ത് ശത്രുവിന്റെ മേൽ ജയമെടുത്ത് മാത്രമേ ദൈവകൃപയിൽ ഒരു മനുഷ്യന് നിൽപ്പാൻ കഴിയുള്ളൂ. അങ്ങനെ അവർ പട്ടുപോയി. മാത്രമല്ല, അവിടെ പെട്ടകം പിടിക്കപ്പെടുകയും ഫെലിസ്ത്യർ പിടിക്കപ്പെടുകയും ഒപ്നി ഫീനെഹാസിനെ ഒറ്റ ദിവസം തന്നെ കൊല്ലുകയും അവർ കൊന്നുകളഞ്ഞു. അങ്ങനെ ഒരു ബെന്യാമിൻ ഓടി നിലവിളിച്ചും കൊണ്ട് ഏലി പുരോഹിതന്റെ അടുക്കൽ കടന്നു വരും. ഏലി പുരോഹിതന്റെ അടുക്കൽ വന്ന് ഒപ്നി ഫീനെഹാസ് പട്ടുപോയി എന്ന് പറഞ്ഞതും ആ ദേശത്ത് ഭയങ്കര നിലവിളിയും ഉച്ചപ്പാടും ഉണ്ടായി. ഏലി ചോദിച്ചു, എന്താണ് ഇത്രയും ഈ നിലവിളിയും ഉച്ചപ്പാടിന്റെ കാര്യമെന്ന് ചോദിച്ചപ്പോൾ, അത് നിന്റെ മക്കൾ 2 പേരും പട്ടുപോയി, പെട്ടകം പിടിക്കപ്പെട്ടു. ഫീനെഹാസിന്റെ ഭാര്യ പൂർണ്ണ ഗർഭിണിയായിരുന്നു. ഏലി പുരോഹിതൻ ഇരുന്ന ഇരിപ്പിൽ തന്നെ പുറകോട്ട് വീണ് കഴുത്തൊടിഞ്ഞ് മരിച്ചു. തന്റെ അമ്മായിപ്പൻ മരിച്ചത്, തന്റെ ഭർത്താവും സഹോദരൻ മരിച്ചത് കേട്ടുകൊണ്ട് ഫീനെഹാസിന്റെ ഭാര്യ ഗർഭിണിയായിരുന്ന ഫീനെഹാസിന്റെ ഭാര്യയ്ക്ക് നോവ് കിട്ടി. അവൾ വേദനപ്പെട്ട് അവൾ പ്രസവിക്കുവാനിടയായി. പ്രസവിച്ച് അവളും മരിച്ചുപോയി. ആ കുഞ്ഞിന്റെ പേര് ഈഖാബോദ് എന്ന് പേരിടുവാൻ തക്കണ്ണം ഇടയായിത്തീർന്നു. ഈ ഫെലിസ്ത്യർ ദൈവത്തിന്റെ പെട്ടകമെടുത്ത് ദാഗോന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുവച്ചു. ദാഗോന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുവച്ച ദൈവത്തിന്റെ പെട്ടകം രാത്രിയായ സമയത്ത് ദാഗോന്റെ ബിംബം ഈ പെട്ടകത്തിന് മുമ്പേ കമിഴ്ന്നു വീഴുവാൻ തക്കണ്ണം ഇടയായി. അവരെല്ലാവരും ഉറക്കമിടർന്ന് ആ ക്ഷേത്രത്തിനകത്ത് വന്നപ്പോൾ ദൈവത്തിന്റെ പെട്ടകത്തിന് മുമ്പാകെ ദാഗോന്റെ ബിംബം കമിഴ്ന്നു വീണ് കിടക്കുന്ന കാഴ്ച കൊണ്ട് എങ്ങനെ വീണതാകാം എന്ന് വിചാരിച്ച് അവർ ഈ ബിംബത്തെ വീണ്ടും അതുപോലെ തന്നെ പ്രതിഷ്ഠിച്ചിട്ട് അവർ കടന്നുപോയി. പിറ്റേ ദിവസം അവിടെ വന്ന സമയത്ത് ഈ ബിംബം വീണ്ടും തകർന്ന് വീണ് കൈയും തലയും കാലും ഉടഞ്ഞ് തകർന്ന് ഉടൽ മാത്രം ശേഷിക്കുന്ന ഒരവസ്ഥയിൽ ഇരിക്കുന്നത് കണ്ടു. അങ്ങനെ അവർ ആ പെട്ടകത്തെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുവാൻ തീരുമാനിച്ചു. എന്നാൽ അസ്തോദിയരുടെ മേലും ഭയങ്കര ന്യായവിധി ഉണ്ടായി. ഒരു മൂലക്കുരു ബാധകളാലും അനേകർ മരിച്ചു പോവുകയും മഹാവ്യാധികൾ ഉണ്ടായി. അവർ ആ പെട്ടകത്തെ എക്രോണിലേക്ക് കൊണ്ടുപോകാനിടയായി. എക്രോൺ നിവാസികൾ പറഞ്ഞു, ഇവിടെയൊന്നും കൊണ്ടുവരേണ്ട, പ്രശ്നങ്ങളെക്കുറിച്ച് എന്താണ് കാര്യമെന്ന് അന്വേഷിപ്പാൻ പ്രശ്നക്കാരെ വരുത്തി. അന്വേഷിച്ചപ്പോൾ അതിന് പ്രായശ്ചിത്തമായും ഫെലിസ്ത്യ പ്രഭുക്കന്മാർക്കൊത്തവണ്ണം 5 മൂലക്കുരുവിന്റെ പൊന്നുകൊണ്ടുള്ള മൂലക്കുരുവും 5 മൂലക്കുരുവിന്റെ പൊന്നുകൊണ്ട് എലികൾ ഉണ്ടാക്കി ആരും വെച്ചിട്ടില്ലാത്ത ഒരു കാളവണ്ടി കൊണ്ടുവന്ന് ഈ കാളവണ്ടിയിൽ വെച്ചുകൊണ്ട് അതിനെ പറഞ്ഞയക്കണം. അത് എങ്ങോട്ട് പോകുമെന്ന് നോക്കി അവരങ്ങനെ ഇരിക്കുന്ന സമയത്ത് കാളവണ്ടി കറക്റ്റായ അവിടെ ഇസ്രായേൽ ജനങ്ങളുടെ സ്ഥലത്തേക്ക് തന്നെ കടന്നു പോകുവാനിടയായിത്തീർന്ന് അവരുടെ സ്വന്തം സ്ഥലത്തേക്ക് ആ കാളവണ്ടി
തനിയെ പോകുവാനിടയായിത്തീരുന്നു. അങ്ങനെ അത് വണ്ടി ബേത്ശേമനായ യോശുവയുടെ വയലിൽ ചെന്ന് നിൽക്കുവാനിടയായിത്തീരുന്നു. ശമൂവേൽ ഒരു ശക്തനായ ഒരു പ്രവാചകനായിരുന്നു. ഒരു ദൈവത്തിന് വലിയ അനുസരണവനും ദൈവത്തെ ഭയപ്പെടുന്നവനും ദൈവത്തിന്റെ ആലോചന മറച്ചു വെക്കാതെ ദൈവസനിൽ ശക്തനും അവൻ വിശുദ്ധനുമായി ജീവിപ്പാൻ തക്കവണ്ണമിടയായിത്തീർന്നു. ഇസ്രായേലിന്റെ അവസാനത്തെ ന്യായാധിപതി ശമൂവേലായിരുന്നു. ശമൂവേൽ ദൈവസനിൽ പറയുകയുണ്ടായി, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് അശേര പ്രതിഷ്ഠകളെ എല്ലാം മാറ്റി ദൈവസന്നിധി നിലവിളിക്കുകയും ദൈവത്തോട് അടുത്തു വരികയും ചെയ്യുമെങ്കിൽ ദൈവം നിങ്ങളെ വിടുവിക്കുകയും ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് നിങ്ങളെ ജയം നൽകുകയും ചെയ്യും എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ദൈവസന്നിധി പ്രാർത്ഥിക്കുകയും ഫെലിസ്ത്യരോട് യുദ്ധം ചെയ്യുവാൻ തക്കണം അവർ ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ, ദൈവസന്നിധി ഏറ്റുപറയുകയും നിങ്ങൾ പാപികളാണ്, ഞങ്ങൾ ക്ഷമിക്കണമെന്ന് ദൈവസന്നിധി ഏറ്റുപറയുകയും ചെയ്തപ്പോൾ ഫെലിസ്ത്യർ യുദ്ധത്തിനെ കടന്നു വന്ന ഫെലിസ്ത്യർ തോൽക്കുകയും ദൈവം വലിയൊരു ആരവരം ഉണ്ടാക്കി, വലിയൊരു ശബ്ദം പുറപ്പെടുവിച്ച്, ഇടിമുഴക്കം പുറപ്പെടുവിച്ച് ഫെലിസ്ത്യർ തോറ്റു തുന്നമ്പാടുവാൻ തക്കവണ്ണമിടയായിത്തീർന്നു. അങ്ങനെ അവർ ഫെലിസ്ത്യരുടെ ജയമെടുപ്പാൻ തക്കവണ്ണമിടയായി. ഒരു മനുഷ്യൻ ശത്രുവിന്റെ മേൽ ജയമെടുക്കുന്നത് അവൻ പാപത്തെ ജയിക്കുമ്പോഴാണ്, ലോകത്തെ ജയിക്കുമ്പോഴാണ്, പിശാചിനെ ജയിക്കുമ്പോഴാണ്. അല്ലെങ്കിൽ ശത്രുവിന്റെ മുമ്പിൽ മനുഷ്യൻ തോറ്റുപോകും. മാത്രമല്ല, നമുക്ക് ദൈവം ഒരുക്കുന്ന നിത്യ ഭവനത്തിലേക്ക് ഒരു മനുഷ്യന് കടന്നു പോകുവാൻ പറ്റുകയില്ല. ഒരിക്കൽ തൻ്റെ അപ്പൻ്റെ കഴുതകൾ നഷ്ടപ്പെട്ട ശൗൽ അന്വേഷിച്ച്, കീശിന്റെ മകനായ ശൗൽ അപ്പൻ്റെ കഴുതകൾ അന്വേഷിച്ച് ഒരിക്കൽ ഇങ്ങനെ കടന്നു വരുവാനിടയായിത്തീർന്നു. അങ്ങനെ അന്വേഷിച്ച് വളരെ അവർ ബുദ്ധിമുട്ടി, വളരെ അവർ പ്രയാസപ്പെട്ടു. കഴുതകൾ കാണാതായപ്പോൾ ഒരു മനുഷ്യൻ പറഞ്ഞു കൊടുത്തു, ഇവിടെ ശമൂവേൽ എന്ന ഒരു പ്രവാചകനുണ്ട്, ആ പ്രവാചകന്റെ അടുത്ത് അന്വേഷിച്ചാൽ അതിനെക്കുറിച്ച് ശരിയായ അറിവ് നിങ്ങൾക്ക് ലഭിപ്പാൻ തക്കവണ്ണമിടയായിത്തീരുന്നു. അങ്ങനെ ശൗൽ ഈ ശമൂവേൽ പ്രവാചകൻ അന്വേഷിച്ച് കടന്നു പോകുന്നു. ശമൂവേൽ പ്രവാചകൻ അന്വേഷിച്ച് കടന്നുപോയി. ശമൂവേൽ പ്രവാചകന്റെ വീടിനോട് അടുത്തപ്പോൾ ശമൂവേൽ പ്രവാചകൻ യാഗം കഴിപ്പാനായി കടന്നു വരുന്ന കാഴ്ച കാണുന്നു. എന്നാൽ ഈ ശമൂവേൽ പ്രവാചകന്റെ അടുത്ത് തന്നെയാണ് ശൗൽ ചോദിക്കുന്നത്, ഇവിടെ പ്രകാരം ഒരു പ്രവാചകനുണ്ട്, ആ പ്രവാചകന്റെ വീട് എവിടെയാണെന്ന്. എന്നാൽ ശമൂവേൽ പറയുന്ന ആ പ്രവാചകൻ ഞാൻ തന്നെ, നിനക്കുള്ള ആലോചന ദൈവം ഇന്ന് നിന്നോട് അറിയിക്കും എന്ന് ശമൂവേൽ പറയുവാനിടയായിത്തീർന്നു. അങ്ങനെ ശൗലുമായി യാഗത്തിന് പോവുകയും അവിടെ വെച്ച് അവർ ഭക്ഷണം കഴിക്കുകയും ശൗൽ പറഞ്ഞ ഇപ്രകാരമാണ്, ഇസ്രായേലിന്റെ സകല ഭാരവും നിന്റെ മേലും നിന്റെ പിതൃഭവനത്തിൽ മേലും അല്ലയോ. അപ്പോൾ ശൗൽ പറയാണ്, ഞാൻ ബെന്യാമീൻ ഗോത്രത്തിൽ ഏറ്റവും ചെറിയ ഗോത്രക്കാരനാണ്, അതും എൻ്റെ കുടുംബത്തിൽ വെച്ച് എളിയ കുടുംബവുമാണ്, എന്നെ കൊണ്ട് ഇതെങ്ങനെ സാധിക്കും? ദൈവം സ്വന്തം. അപ്പോഴാണ് ശമൂവേൽ കാര്യം പറയുന്നത്, ഒരു കഴുതകളെ അന്വേഷിച്ച് ഒരു മനുഷ്യൻ ഇവിടെ കടന്നു വരും, അവനെ രാജാവായി അഭിഷേകം ചെയ്യണം, അവനെ ഞാൻ ഇസ്രായേൽ രാജാവായി നിയമിച്ചിരിക്കുന്നു എന്ന് ശമൂവേൽ കാര്യം പറഞ്ഞു. അങ്ങനെ ശമൂവേൽ രാജാവായി അഭിഷേകം ചെയ്തു. ഒന്നാമത്തെ രാജാവ് ബെന്യാമീൻ ഗോത്രത്തിൽ നിന്ന് ശൗലിനെ അഭിഷേകം ചെയ്തു. ശൗൽ ദൈവസേനയിൽ ആദ്യകാലങ്ങളിൽ വലിയ ശ്രേഷ്ഠനായി ശക്തനായി പ്രവർത്തിച്ചെങ്കിലും പിന്നത്തേതിൽ ശൗൽ ദൈവസേനയിൽ അവൻ കുറവുള്ളനായിത്തീർന്ന് ദൈവത്തിന്റെ കൽപ്പനകൾ ചട്ടങ്ങളെ പലപ്പോഴും അന്യപ്പെടുത്തി കളഞ്ഞു സ്വന്തം. അതുകൊണ്ട് ദൈവം യഹൂദ ഗോത്രത്തിൽ നിന്നും ദാവീദിനെ രാജാവായി അഭിഷേകം ചെയ്യുവാനിടയായിത്തീർന്നു. ദാവീദിനെ അഭിഷേകം ശൗൽ രാജ്യഭാരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ അവൻ രാജ്യഭരണം അവൻ പ്രവർത്തന സമയത്ത് തന്നെ ദാവീദ് തൻ്റെ സ്വന്തം ശക്തിയായ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അങ്ങനെ ശക്തനായ ഒരു പ്രവാചകനായി ശമൂവേലായി തീരുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ദൈവസന്നിധിയിൽ ഭയപ്പെടുന്നവനും ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നവനും ദൈവസ്നേഹമുള്ളവനായിത്തീർന്നു. എന്നാൽ ശമൂവേലിന്റെ മക്കളാകട്ടെ അവരെ ന്യായാധിപന്മാരായി ശമൂവേൽ നിയമിക്കുകയും ആ ജനത്തിന് അവരെ ഇഷ്ടപ്പെടാതെ വരികയും ചെയ്തു. കാരണം അവർ കൈക്കൂലി വാങ്ങി ന്യായത്തെ മറിച്ച് കളയുന്ന ഒരു അനുഭവം ശമൂവേലിന്റെ മക്കൾക്കുണ്ടായിരുന്നു. അങ്ങനെ ശമൂവേലിനെ പോലെ ഒരു ന്യായാധിപനും ഒരു പ്രവാചകനും ശക്തനായ ഒരു പ്രവാചകനും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ശമൂവേൽ അത്രത്തോളം ദൈവഭയമുള്ളവനും ദൈവസ്നേഹമുള്ളവനും ദൈവത്തെ ഭയപ്പെടുന്നവനും ദൈവത്തെ അനുസരിക്കുന്നവനുമായി മാറി.